അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിരാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവയർനെസ് ഉള്ള വ്യക്തിയാണോ നിങ്ങൾ? തീർച്ചയായിട്ടും നമുക്ക് വലിയ എഫക്റ്റീവ് നമ്മുടെ ജീവിതത്തിൽ വരും. നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റും. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമല്ലേ. എഴുന്നേറ്റ ഉടനെ തന്നെ അത് നിസ്സാരമായിട്ട് നമുക്ക് കഴിയണ കാര്യമാണ്. നമ്മളാരും ശ്രദ്ധിക്കാറില്ല പലവരും. എഴുന്നേറ്റ ഉടനെ തന്നെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. ചില ആളുകൾ അറിയാതെ അങ്ങോട്ട് സുബഹിക്കൊന്നും എഴുന്നേക്കാതെ ഉറങ്ങണവരുണ്ടാവും. ശീലിക്കുക, അത് മാറ്റിയെടുക്കണമെന്ന് ശീലിക്കുക. പക്ഷെ എഴുന്നേറ്റ പാട് എപ്പോഴായാലും അൽഹംദുലില്ലാ, ഫസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് തന്നെ എഴുന്നേറ്റ പാട് നമ്മുടെ നാവിൽ നിന്ന് വീഴേണ്ട വാക്ക് അതായിരിക്കണം, അൽഹംദുലില്ലാ. ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ഗോഡ്, അള്ളാഹുവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ നന്ദിയാണ് എഴുന്നേറ്റ പാടിനെ നമ്മുടെ നാവ് കൊണ്ടത് പറയാന്നുള്ളത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി, മരിപ്പിച്ചതിന് ശേഷം എഴുന്നേൽപ്പിച്ച റബ്ബേ അൽഹംദുലില്ലാ, നിനക്ക് നന്ദി, സർവസ്തുതിയും നിനക്കാണ് എന്നുള്ള അർത്ഥം വരിക. കാരണം എന്താ വെച്ചാൽ മരണവും ഉറക്കും ജ്യേഷ്ഠനും അനിയനുമാണ്. അന്നൗമു അഹുല്ലി മൗത്തിഹി, ഉറക്ക് മരണത്തിൻ്റെ സഹോദരനാണ്. ഉറക്ക് അനിയനും മരണം ജ്യേഷ്ഠനുമാണ്. റൂഹ് പോകാതെയുള്ള മരണത്തിനാണ് ഉറക്കെന്ന് പറയുക. റൂഹ് പോയിക്കൊണ്ടുള്ള മരണത്തിനാണ് മരണം എന്ന് പറയുക. അപ്പം രണ്ടും മരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണത്. പല ആളുകളും ആ ഉറക്കിലങ്ങനെ എന്നേക്കുമായിട്ട് റൂഹ് പോകുന്ന ഉറക്കുറങ്ങാറുണ്ട്. അപ്പം അടുത്ത് തന്നെ നമ്മളെ ഗൾഫിലുള്ള ഒരു സുഹൃത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നാട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്, ടിക്കറ്റൊക്കെ എടുത്തിക്കണ്, സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നു ലുലു സെൻറ്ററിൽ പോയിട്ട്. പക്ഷെ മൂപ്പര് നേരം വെളുത്തപ്പോൾ എഴുന്നേക്കണില്ല. കൂടെയുള്ള ബാച്ചിലേഴ്സൊക്കെ എന്താ എഴുന്നേക്കാത്ത് പറഞ്ഞ് വിളിച്ചു നോക്കിയപ്പോൾ ആള് എന്നേക്കുമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുത്താല അങ്ങനത്തെ മരണത്തിനെ തൊട്ട് നമ്മളൊക്കെ അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അപ്പം എഴുന്നേറ്റ പാടിന് ഒരു അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ ചെയ്യൽ? നേരെ ബാത്റൂമിലേക്ക് പോവുക. ആരാപ്പതൊക്കെ ശ്രദ്ധിക്കലല്ലേ. നേരെ ബാത്റൂമിലാണ്ട് പോവുക, അങ്ങോട്ട് ഇറങ്ങാൻ കിട്ടുക എന്നല്ലാതെ. ബാത്റൂം കിടക്കുമ്പോൾ പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഈ ചില സ്ത്രീകൾക്ക് ഭയങ്കര തലവേദന വരും. ഡോക്ടർ പറയും അത് മൈഗ്രെയിനാണ്. വയറിൻ്റെ അടിയിൽ വേദന വരും. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു രഹസ്യമുണ്ട്. റൂമിലേക്ക് ബാത്റൂമിൽ കിടക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, ആൺപിശാചും പെൺപിശാചിന്റെ ശല്യത്തിനെ തൊട്ട് കാക്കണേന. എന്താ റസൂലുള്ളാഹി അങ്ങനെ പറയാൻ കാരണം? ബാത്റൂമിൽ ആൺപിശാചുണ്ട് പെൺപിശാചുണ്ട് എന്നാണ് അത് അതിൻ്റെ അർത്ഥം. അതില്ലെങ്കിൽ റസൂലുള്ളാഹി പറയില്ലല്ലോ. അപ്പോൾ നമ്മളിതൊന്നും ചെല്ലാതൊക്കെയാണ് കയറുമ്പോഴേ തല മറക്കാതെ ചെരുപ്പ് ധരിക്കാതെ അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അണുക്കൾ, ഒരു പ്രസരിപ്പ് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുമെന്ന പൈശാചികമായൊരു പ്രസരിപ്പ്. അത് ചില ആളുകൾക്ക് തലവേദന ഉണ്ടാക്കും, വയറുവേദന ഉണ്ടാക്കും, അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ഇതൊക്കെ മെഡിസിനാണ്. ഇതൊന്നും നിസ്സാര ദിക്റ് മാത്രമായിട്ട് കളയേണ്ടതല്ല. ഇതൊക്കെ നമ്പർ 1 മെഡിസിനാണ്. അത് പിന്നെ ആൻറ്റിബയോട്ടിക് മെഡിസിനാണ്. നിത്യജീവിതത്തിൽ തന്നെ കൃത്യമായി ചെയ്യേണ്ട കാര്യമാണത്. അപ്പോൾ ആ എഴുന്നേറ്റ പാടന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറഞ്ഞ് ഇടത്തേക്കാല് നമ്മളാ ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടുന്ന വലിയ കൂലിയാണതേ. നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളൂ. ഇടത്തേക്കാലങ്ങ് മുന്തിച്ച് വെച്ചിട്ട് ആണ്ട് കയറി നമ്മുടെ കൃത്യനിർവഹണമൊക്കെ കഴിഞ്ഞ് പുറത്തേക്കുണ്ട് വരുമ്പോൾ മൂത്രമൊഴിച്ച് അല്ലെങ്കിൽ കാഷ്ടിച്ചൊക്കെ കഴിഞ്ഞ് ക്ലിയറായിട്ട് കഴുകി ശുദ്ധിയാക്കി വരുമ്പോൾ ഗുഫ്രാനക അൽഹംദുലില്ലാ അപ്പോഴും കൊടുത്തൊരു അൽഹംദുലില്ലാ.
അദ്ഹബ അന്നിൽ അദാ വഅഫാനി, എൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ മാറ്റിത്തന്ന റബ്ബേ. ആ മൂത്രമോ കാഷ്ടോ പോകാതെ എന്ത് ചെയ്തിട്ടും പോണില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അതവിടെ കെട്ടിക്കിടക്കുകയാണ്. ബാത്റൂം പോയിട്ട് പോണില്ല, കടച്ചിലങ്ങ് തുടങ്ങി. കുറച്ചാണ്ട് കഴിയുമ്പോഴത്തേന് പ്രയാസം കൂടി 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 നമ്മളെ കൂടെ ഉള്ളവർ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പൈപ്പ് ഇട്ടിട്ട് പിന്നെ എടുക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ എന്ത് പ്രയാസം നോക്കിയേ. ഇതൊരു പ്രയാസമില്ലാതെ അങ്ങ് പോയി കളഞ്ഞു. അൽഹംദുലില്ലാ, ഉഫ്രാനക്ക് അൽഹംദുലില്ലാ. പഠിച്ചോനെ നന്ദി തന്നെ കേട്ടോ, ഭയങ്കര നന്ദി. വൈകി ചെയ്യണ നിയമത്ത് എത്ര വലുതാണ്. അദ്ഹബ അന്നിൽ അദാ വഅഫാനി, എൻ്റെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ മാറ്റിത്തന്നല്ലോ. എത്രയോ പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്, പെട്ടെന്ന് മൂത്രം കാഷ്ടും പോണില്ല, ഭയങ്കര പ്രയാസം. എന്നിട്ട് പൈപ്പ് ഇട്ടുകൊണ്ടും വളരെ പ്രയാസം സഹിച്ചും വളരെ പ്രതിസന്ധി സഹിച്ചിട്ടൊക്കെ പുറത്തേക്ക് എടുക്കുന്ന അവസ്ഥ വരുമ്പോൾ എത്ര വലുതാണ്. നമ്മളാണ്ട് പോയിരുന്നപ്പോഴെന്ന് സുഖമായിട്ട് അങ്ങ് പോയി. നമ്മളാരും ചിന്തിക്കണില്ലല്ലേ. ഗ്രാറ്റിറ്റ്യൂഡ് അവയർനെസ് എന്ന് പറഞ്ഞ വലിയ സംഭവമാട്ടെ മക്കളെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചെയ്യണെന്താ, അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു, നേരെ പോയി പിന്നെ നമ്മൾ നിസ്കാരത്തിലേക്ക് തയ്യാറായി. ഇനി അഥവാ ഒന്ന് ഉറങ്ങി നേരം വൈകിയാലും കള ആവാതെ നോക്കുക. കള ആയാലും സുബൈ അങ്ങ് നിസ്കരിക്കാം, കുറച്ച് വൈകിക്കോട്ടെ. പിന്നെ പറഞ്ഞ് ഓർക്കുക, കുറച്ചോ ഇനി ഞാൻ കള ആക്കൂല റബ്ബേ, ഒരിക്കൽ പെട്ടുപോയി, ഇനി ഏതായാലും ഞാൻ കള ആക്കൂല. ആ നിൽക്കുക. എനിക്കിതൊന്നും നിയമമില്ല. അതൊക്കെ ആർക്കെങ്കിലും മൊയ്യാമാർക്കോ അല്ലെങ്കിൽ റൂമിലുള്ള നല്ല മനുഷ്യന്മാർക്കുള്ളതാണ്. എനിക്കതിലൊന്നും ബന്ധമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അപകടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത് ഞാൻ പിന്നെ പറയാം. അസ്സലാമു അലൈക്കും.